മൂടിയ അന്തരീക്ഷം പെട്ടെന്ന് ഇങ്ങനെ നല്ല ഗോൾഡൻ സൺലൈറ്റിലേക്ക് മാറിയത്. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് ഈ 3 രാത്രികൾ കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്ന എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ഇനി നമ്മൾ ഏകദേശം അവേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലെ അവസാനത്തെയും 5ാമത്തേതുമായ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഈ യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോഴേ ഇത്രയും മിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ റിയലി ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ സാൾട്ട് ലേക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ഇപ്പോൾ അത് നിർത്തിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്ന ട്രാം എന്നുള്ള ഒരു സർവീസ് ഉണ്ട്. നമ്മുടെ ഈ റോഡിലൂടെ തന്നെ പോകുന്ന ഒരു തരം ട്രെയിനാണത്. അത്തരത്തിലുള്ള ഒരു ട്രെയിൻ ഇവിടെ സാൾട്ട് ലേക്ക് സിറ്റിയിലും കാണാൻ കഴിഞ്ഞു. എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ അമേരിക്കയിൽ ഫുൾ മൂൺ നൈറ്റ് കാണുന്ന അതേ രാത്രി അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത രാത്രി, എന്തായാലും ഈ 24 hours ഡിഫറൻസ് ഉണ്ടല്ലോ, ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന് തൊട്ടടുത്ത രാത്രിയിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലെ ഫുൾ മൂൺ ആയിരിക്കുമോ? എനിക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റ് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് പോലെ നമുക്ക് എല്ലാ സിറ്റിയിലും ഇതേപോലെ ഒരു 20 minutes ഒക്കെ പുറത്തിറങ്ങി നടക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ല ഈ കണ്ടിന്യൂസ് ബസ് യാത്ര എന്നുള്ളതല്ലാതെ നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും ഒരു ബസ് യാത്ര ഇങ്ങനെ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഓരോ പ്രധാനപ്പെട്ട സ്ഥലത്തുനിന്ന്, ഇപ്പോൾ ഷിക്കാഗോയിൽ ഒരു 2 ദിവസം, ഡെൻവർ പോലെ ഈ കൊളറാഡോയിൽ ഒരു 2 ദിവസം, അങ്ങനെ എല്ലായിടത്തും ഒരു 2 ദിവസമൊക്കെ താമസിച്ചിട്ട് യാത്ര ചെയ്യണം. അപ്പോൾ നമുക്കും ആ നഗരത്തെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആക്ച്വലി ഒരു ടീസർ പോലെയാണ്. നമ്മളൊരു ഓടി കണ്ട് പോവുകയാണ് ഈ അമേരിക്ക മുഴുവൻ. നമ്മളിപ്പോൾ എൽക്കോ എന്നുള്ള സിറ്റിയിലാണ്. ഇത് നെവാഡ എന്ന അമേരിക്കയിലെ സ്റ്റേറ്റിലാണ് എൽക്കോ എന്ന ഇതുള്ളത്. ഇവിടെ വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ് മാത്രമേ ബ്രേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓടിപ്പോയിട്ട്
ഒരു ജ്യൂസ് എടുത്തിട്ട് വന്നു. അങ്ങനെ അപ്പോൾ വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഓൺ ദ വേയിൽ നോക്കട്ടെ. ഈ നെവാഡ രസമുള്ള സ്ഥലമാണ്, പക്ഷെ രാത്രി ഇപ്പോഴ് സമയം 11 ആയിക്കഴിഞ്ഞു. അപ്പോൾ രാത്രി ഉള്ള 1-2 ഷോട്ട്സ് എങ്കിലും ഈ എൽക്കോ സിറ്റിയുടേത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. നമ്മൾ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ എത്തിയിരിക്കുവാണ്. ഇത് രാവിലെ സമയം 5:30 ഇവിടെ. ഇനി നമുക്ക് ഒരു ബസ്സും കൂടി മാത്രം കയറിയാൽ മതി. അത് 6:15 സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 11:30 സമയത്ത് നമ്മൾ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്ത് എത്തും. സാൻ ഫ്രാൻസിസ്കോയുടെ തൊട്ട് മുൻപുള്ള സ്റ്റോപ്പാണ് ഓക്ലാൻഡ്. തമ്പി ആന്റണിയെ നമ്മൾ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. തമ്പി ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് ഈ 3 രാത്രികൾ കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്ന എക്സൈറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. ഇനി നമ്മൾ ഏകദേശം അവേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കയറാൻ പോകുന്ന 5ാമത്തെ ബസ്സാണ്. ഈ ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെയുള്ള യാത്ര 5 ബസ്സുകളിലൂടെയാണ് നമ്മൾ ചെയ്തത്. അതിൽ 1ാമത്തെ ബസ്സിൽ തന്നെ നമുക്ക് ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു. ആ ലാപ്ടോപ്പിനെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. ഞാൻ ഇപ്പോഴേ രാവിലെ വീണ്ടും അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മിക്കവാറും നമുക്കത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ തമ്മിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഓക്ലാൻഡ് എന്ന സ്ഥലത്താണ് തമ്മിച്ചേട്ടൻ നമ്മളെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലെ അവസാനത്തെയും 5ാമത്തേതുമായ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴ് ഈ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററിൽ ഇപ്പോഴ് സമയം 6:15. നമ്മൾ 11:45 ആകുമ്പോഴാണ് ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്തെത്തുന്നത്. ഓക്ലാൻഡ് എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് തൊട്ടു മുൻപുള്ള സ്റ്റോപ്പാണ്. ഈ സ്പാർക്ക് ട്രാൻസിറ്റ് സെൻറ്ററും നിവാഡ എന്നുള്ള സ്റ്റേറ്റിൽ തന്നെയാണ് കേട്ടോ. ഈ സ്പാർക്ക് എന്നുള്ളതിന് തന്നെ റിനോ എന്നും ഈ സ്ഥലത്തെ പറയാറുണ്ട്. ഈ മലഞ്ചെരുവിലും ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പ്രകാശമൊക്കെ കാണുന്നത് വീടുകളിൽ നിന്നാണ്.
നിവാഡ എന്ന ഈ സ്റ്റേറ്റിൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്താണ് ഈ സ്പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 3 ദിവസമാകുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു യാത്രയായിരുന്നു ഇത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ ബസ് യാത്രയാണിത്. നമ്മൾ 3 രാത്രികളാണ് നമ്മൾ ബസ്സിൽ ചിലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ തുടർച്ചയായി 72 മണിക്കൂറുകൾ നമ്മൾ ബസ്സിലായിരുന്നു. സാധാരണ ട്രാവൽ ബ്ലോഗേഴ്സ് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര നിങ്ങൾ ചെയ്തിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. മാത്രമല്ല ഇത് അത്രത്തോളം അഡ്വൈസബിളുമല്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ 3 ദിവസം തുടർച്ചയായുള്ള യാത്ര, ഈ 72 മണിക്കൂർ യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ടയറിങ് ആയിരിക്കും. ഞാൻ പിന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. നമ്മുടെ മരണം വരെ ഓർത്തിരിക്കാവുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത്, ഇത്തരം ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ സ്ഥലത്തിലും, ഉദാഹരണത്തിന് ഷിക്കാഗോ, ഈ നമ്മൾ കൊളറാഡോയുടെ ഡെൻവർ, ഇങ്ങനെയുള്ള ഇടയ്ക്കൊരു റെഗുലർ ഇൻ്റർവെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ, ഫാമിലി ആണെങ്കിൽ കൂടി അതൊരു നല്ല യാത്രയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോ സ്ഥലത്തും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടാണ് യാത്ര തുടരുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് നാട്ടിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ബസ് യാത്രയാണ് ഡൽഹിയിൽ നിന്ന് മനാലിയിലേക്കുള്ള യാത്ര. റോഡ് ഇത്ര സുഖമുള്ള റോഡൊന്നും അല്ലാന്നേ ഉള്ളൂ. പക്ഷെ അന്തരീക്ഷം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഈ മഞ്ഞു മൂടിയ മലനിരകളും പിന്നെ അവിടെയും മനോഹരമായിട്ടുള്ള ഒരു റിവറുണ്ട്, ബീസ് റിവർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു ട്രാവൽ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ബീസ് റിവർ എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോഴേ ഇത്രയും മിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ നവേഡ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റിൽ കയറിയിരിക്കുവാണ്. കാലിഫോർണിയയിലേക്ക് എത്തിയിരിക്കുവാണ്. നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റാണ്. പക്ഷേ വീണ്ടും നമുക്കൊരു 3 മണിക്കൂർ കൂടി ട്രാവൽ ചെയ്യാനുണ്ട് ഈ ഓക്ലാൻഡ് എന്നുള്ള സ്ഥലത്തെത്താൻ വേണ്ടി. ഇത് സാക്രമെൻറ്റോ ബസ് സ്റ്റേഷനിലേക്കാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത്. ഇത്ര പെട്ടെന്നാണല്ലേ ആ മഞ്ഞ് മൂടിയ അന്തരീക്ഷം പെട്ടെന്ന് ഇങ്ങനെ നല്ല ഗോൾഡൻ സൺലൈറ്റിലേക്ക് മാറിയത്. ഒരു യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം.
ഇടയ്ക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചുവെങ്കിലും ഇപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അറിയില്ല. എന്തായാലും പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാം. കാലിഫോർണിയയിലെ സുസു സിറ്റി എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി 2 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഓക്ലാൻഡിൽ എത്തും. ഇനി ഓക്ലാൻഡ് എത്തുന്നതിന് മുന്നേ ഒലയോ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റോപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. യാത്ര അവസാനിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ദിവസം കടന്നുപോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. വളരെ ക്യുക്കായിട്ടായിരുന്നു. എനിക്ക് മനസ്സിലിപ്പോഴും ഞാൻ ഇന്നലെയാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടത് എന്നുള്ളൊരു ഫീലാണ്. അങ്ങനെ പിന്നെ ഈ എഗൈൻ ആൻഡ് എഗൈൻ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ലാപ്ടോപ്പ് പോയെങ്കിലും ഉറക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ബസ് യാത്ര അവസാനിക്കാൻ ഇനി 30 മിനിറ്റ് മാത്രം. നമ്മൾ ഓൾറെഡി ഓക്ലാൻഡ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. Yes, we will be reaching Auckland in 5 minutes. ആക്ച്വലി ഞാൻ ഓക്ലാൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒക്കലാൻഡ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് തോന്നുന്നുണ്ട്. ഇപ്പോൾ തമിഴ്ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഒക്കലാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒക്കലാൻഡ് എങ്കിൽ ഒക്കലാൻഡ്. നമ്മളെന്തായാലും സ്ഥലത്തെത്തി.
ഓക്കെ ഡിയേഴ്സ്, നമ്മൾ വെസ്റ്റ് ഓക്ക്ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് തമ്പിച്ചേട്ടൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് വിളിച്ചു ചോദിക്കാം. Hi, welcome to Bay Area, San Francisco. Let's go. അപ്പോൾ ഡിയേഴ്സ്, അങ്ങനെ ഒക്ക്ലാൻഡിൽ വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തമ്പിച്ചേട്ടനെ കണ്ടു. അങ്ങനെ തമ്പിച്ചേട്ടനും ഒത്ത തമ്പിച്ചേട്ടന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. On the way we can see the University of Berkeley. ആണോ? Yeah, somebody got a Nobel Prize announced a couple days ago. Professor from Berkeley. At least on that hills. നമ്മള് തമ്പിച്ചേട്ടനുമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള യാത്രകളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇതിനെ തമ്പിച്ചേട്ടനും കൂടെ ന്യൂയോർക്കിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എം ട്രാക്കിൽ വീണ്ടും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് മുന്നിൽ വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രശ്നം ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഇപ്പോഴും. പക്ഷെ തമ്പിച്ചേട്ടനും പറയുന്നത് ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി അവർ പറയേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ 3 ദിവസമായില്ലേ. അപ്പൊ തുറന്നു പറയാം, ഞാനും ആ ഒരു വലിയ പ്രതീക്ഷയില്ല. സങ്കടമുണ്ട്, എങ്കിലും ഇനി അത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നോക്കാം. അല്ല, ജീവിതത്തിൽ എന്താണേലും പണമാണേലും എന്താണേലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഓർക്കരുത്. ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസ്റ്റർബ് ആവും. ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. സോ തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. Whatever we lost is lost. ഇതാണ് കേട്ടോ. ഞാനും ആക്ച്വലി നിങ്ങളുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞ ഈ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ട കാര്യമൊക്കെ. ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു സുഹൃത്തുക്കളോടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഏറ്റവും അധികം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തമ്പിച്ചേട്ടനുമായിട്ടാണ് ഈ യാത്രയിൽ. അപ്പൊ തമ്പിച്ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴാണ് ഈ തമ്പിച്ചേട്ടന്റെ കാറിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഒരു ബാഗ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ ഓവർ ദി ഫോൺ പറയുമ്പോൾ നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾ കൂടി ഡിസ്റ്റർബ്ഡ് ആകും. എന്തിനാണ് അത്? തമ്പിച്ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് കാര്യം. നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ട്രാവൽസ് അവസാനിക്കുന്നില്ല. തൽക്കാലം നമ്മുടെ ടണലിലേക്ക് കയറുന്നതിന് മുമ്പേ ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ടാറ്റാ.